നമ ശിവായ. നമസ്തേ. ഇന്ന് പറയാൻ പോകുന്നത് വാമൊഴി മന്ത്രങ്ങളും മലയാള വാമൊഴി മന്ത്രങ്ങളും. പഴയ പുരാതന ഭാഷയാണ് തമിഴ്, സെന്തമിഴ് എന്നെല്ലാം പറയും. അതിൽ നിന്ന് കുറച്ച് വേറിട്ട് വന്നതൊക്കെയാണ് മലയാള മന്ത്രങ്ങളും എല്ലാം ഉണ്ട്. മലബാര മന്ത്രങ്ങളും കേരളത്തിൻ്റെ തനതായ നാടോടി പാരമ്പര്യത്തിൽ മാന്ത്രിക സങ്കല്പങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാമൊഴി മന്ത്രവും മലബാര മന്ത്രവും. എന്താണ് വാമൊഴി മന്ത്രം അല്ലെങ്കിൽ മലയാള മന്ത്രങ്ങൾ? ഗ്രന്ഥങ്ങളിലോ താളിയോലകളിലോ എഴുതി വയ്ക്കാതെ തലമുറകളായി ഗുരുശിഷ്യ പരമ്പരയിലൂടെ വാമൊഴിയായി കേട്ട് പഠിച്ച് കൈമാറി വന്ന മന്ത്രങ്ങളാണ് വാമൊഴി മന്ത്രങ്ങൾ. ഇപ്പോൾ കേട്ട് പഠിച്ചത് എഴുതി വെച്ചിട്ടൊക്കെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും എന്ന് പറയുന്നില്ല. ഗുരുപരമ്പരയിൽ നിന്ന് എല്ലാവരും എഴുതുന്നുണ്ട്. പണ്ട് കാലത്ത് എല്ലാവർക്കും എഴുതി പഠിക്കാനുള്ള അറിവില്ലാത്ത കാരണം കൊണ്ട് വാമൊഴിയായിട്ടാണ് കൈമാറി വന്നിരിക്കുന്നത്, കേട്ടറിവ്. സംസ്കൃത മന്ത്രങ്ങളെ പോലെ അക്ഷരശുദ്ധിയോ വ്യാകരണ നിയമങ്ങളോ ഇതിൽ ഉണ്ടാകുന്നില്ല. പച്ച മലയാളം, പഴയ തമിഴ് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളിൽ കലർന്ന ശൈലിയാണ് ഇവ രൂപപ്പെടുത്തുന്നത്. ഈ മന്ത്രങ്ങൾ പുസ്തകത്തിൽ എഴുതിയാൽ അല്ലെങ്കിൽ പരസ്യമാക്കി അതിൻ്റെ ശക്തി നഷ്ടപ്പെടും എന്നാണ് പരമ്പരാഗത വിശ്വാസം എന്ന് പറയുന്നു. മലബാറിലെ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, വയനാട് മേഖലകളിൽ, പാലക്കാട്, കല്ലരിക്കോട് എന്നീ പ്രദേശങ്ങളിൽ കാടുകളിൽ മലനിരകളിലും വസിച്ചിരുന്ന ആദിവാസി ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിച്ചിരുന്ന മന്ത്രങ്ങൾ മലബാരം വാമൊഴി ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. പ്രകൃതി ശക്തിയെയും കാട്, മല, നദി, മലവാരം, അടിവാരം, തീരപ്രദേശം, വനദേവതകളെയും മുത്തപ്പൻ, ചാമുണ്ടി, കാര്യശാസ്ത്രൻ, കറുപ്പസ്വാമി പ്രീതിപ്പെടുത്തുന്നതാണ് ഇവ പ്രധാനമായി ഉപയോഗിക്കുന്നത്. അതിൽ കുട്ടിച്ചാത്തന്മാർ, ചാത്തന്മാർ എല്ലാവരും ഉണ്ട്. വനശാസ്താവ്, കരിങ്കാളി, ചുടലഭദ്രകാളി ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. കാളി, കാട് എന്ന് വെച്ചാൽ കാളി തന്നെയാണ്. പ്രകൃതി അതാണ് ഉദ്ദേശിക്കുന്നത്. ഉദിപ്പനപ്പൻ എന്നെല്ലാം പറയുന്നത് ആ ഒരു ഇതിൽ തന്നെയാണ്. ശ്ലോക ശൈലിയല്ല, മറിച്ച് താളമായിട്ടും പാട്ടുകളുടെയും തോറ്റങ്ങളുടെയും രൂപത്തിലാണ് ഇവ ചൊല്ലുന്നത്. അതിനൊരു രീതിയുണ്ട്. ആ രീതിയിൽ ചൊല്ലിയാൽ തന്നെയാണ് മന്ത്രത്തിൽ ഫലം കിട്ടുള്ളൂ എന്നാണ് വിശ്വാസം തന്നെയാണ്. വൈദിക സംസ്കാരത്തിന് മുമ്പുള്ള പൈതൃകം ആര്യവൈദിക സമ്പ്രദായങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിലനിന്നിരുന്നുവെന്ന് ദ്രാവിഡ ഗോത്ര ആചാരങ്ങൾ പറയുന്നു. അതിൻ്റെ ഭാഗമാണ് പ്രകൃതി ആരാധന, വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, രോഗശാന്തി, കൃഷി അഭിവൃദ്ധി എന്നിവയ്ക്കായി പ്രകൃതിയിലെ ശക്തികളെ ഉപാസിച്ചതിൽ നിന്നാണ് ഇത്തരം മന്ത്രങ്ങൾ പിറവിയെടുത്തത്. ഒരുപാട് യൂട്യൂബിലെ ബ്രോഡ്കാസ്റ്റെല്ലാം പറയുന്നുണ്ട്. അത് പണ്ട് കാലത്തുള്ള ഒടിവിദ്യയെല്ലാം കൃഷിനാശത്തിനും വന്യമൃഗത്തിൽ നിന്ന് രക്ഷ നേടാനും എല്ലാം ഉപയോഗിച്ചിരുന്നത്. പിന്നെ അത് ഷഡ്കർമ്മങ്ങളിലൂടെ മാറി വരാൻ തുടങ്ങി. മനുഷ്യർക്കത് ഭയമാകാൻ തുടങ്ങി, അനുഭവം കൊണ്ടും എല്ലാം കൊണ്ടും. ഉദാഹരണമായിട്ട് പാതാളകരടി മന്ത്രം എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും എല്ലാവരും. തെയ്യം തിറ അനുഷ്ഠാനങ്ങൾ വടക്കൻ മലബാറിലെ തെയ്യമാട്ടവുമായി മലബാര സങ്കല്പങ്ങൾ അടുത്ത ബന്ധമുണ്ട്. തോറ്റം പാട്ടുകൾ ചൊല്ലുന്ന പല വരികളിലും വാമൊഴി മന്ത്രങ്ങളുടെ ഭാഗമാണ്. കുട്ടിച്ചാത്തൻ, കരിങ്കുട്ടിച്ചാത്തൻ എല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. ഇവ കൊണ്ട് ചെയ്യുന്ന പ്രധാന കർമ്മങ്ങൾ, മന്ത്രങ്ങൾ പ്രയോഗിച്ച് പരമ്പരാഗതമായി ചെയ്തു വരുന്ന പ്രധാന കർമ്മങ്ങൾ ദൃഷ്ടിദോഷവും കണ്ണേറും നാവേറും ശത്രുദോഷങ്ങളും ഒടിമാട്ട് മാരണവും കുട്ടികളിലെ വീടുകളുടെയും ദോഷവും എന്നിവ മാറ്റാനായി വാമൊഴി ചൊല്ലി ഉഴിയൽ, ഊതൽ ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. വിഷചികിത്സയും വിഷഹാരി സമ്പ്രദായങ്ങളും വേറെയുണ്ട്. പാമ്പ്, പല്ലി, മണ്ഡലി എന്നിവയുടെ കടിയേറ്റാൽ പരമ്പരാഗത വിശ്വവിദ്യന്മാർ വാമൊഴി മന്ത്രങ്ങൾ ചൊല്ലി ഉഴിഞ്ഞ് ഊതി ഒഴിഞ്ഞ് തിരി ഉണ്ടാക്കിയ ചടങ്ങും വേറെ ഉണ്ടായിരുന്നു. ബാധോച്ചാടനവും കളമെഴുത്തും ദൃഷ്ടിശക്തികളെ അകറ്റാൻ ബാധോച്ചാടന കർമ്മങ്ങളിലെ പാട്ട് അനുഷ്ഠാനങ്ങൾ മലബാരമൂർത്തികളെ ആവാഹിക്കുന്നു. രക്ഷാബന്ധനം, അതായത് തകിട് നൂൽ ജപിക്കൽ, രോഗശാന്തിക്കും ഭയഭക്തികളിൽ നിന്ന് മോചനത്തിനുമായി നൂലിലോ തകിടിലോ ലഭിച്ചു നൽകാൻ പ്രകൃതി രക്ഷാകർമ്മങ്ങൾ കാർഷിക മേഖലയിൽ വിളവെടുപ്പിന്
മുന്നോടിയായും വന്യമൃഗങ്ങൾ നാട്ടിൻപുറങ്ങൾ ഇറങ്ങാതിരിക്കാൻ നടത്തുന്ന തനത് പൂജകളും വേറെയുണ്ട്. സമ്പ്രദായ പ്രകാരം പണ്ട് കാലത്തെല്ലാം ജാതി വ്യവസ്ഥ നിന്നിരുന്ന കാലത്ത് ഓരോ ജാതിപരമായിട്ടുള്ള സമ്പ്രദായങ്ങൾ തന്നെ വേറെ വേറെ തനതായ രീതിയിലുണ്ട്. ഇനി നമുക്ക് കുറച്ച് വാമൊഴി മന്ത്രങ്ങളിലോട്ട് കിടക്കാം. ഓം കാളി കാളി മഹാകാളി മുലഭൈരവി ഉഗ്രഭൈരവി അടിവ്ര ചുടലയിൽ കോപം ജനിച്ച ചുടലഭൈരവി കലഹപ്രിയ നിന്നോട് എതിർത്ത ദാരികനോട് ചേർത്ത് പൊരുതിയ പോലെ തച്ചടിച്ച് വിരിഞ്ഞ് കലഹിച്ച് പോക സ്വാഹ. ഇത് ഒരു വാമൊഴി മന്ത്രമാണ്. ഈ മന്ത്രം ഭദ്രകാളി ചക്രവും 51 അക്ഷരവും 7 ആഴ്ച നക്ഷത്രം പക്കം രാശി നവഗ്രഹം നാള് പേര് സാധ്യനാമം ഇവ നറുക്കിൽ എഴുതി ദാരിക മന്ത്രവും മേൽപ്പറഞ്ഞ പ്രകാരം എഴുതി ഭദ്രകാളി നീര് നറുക്ക് കറുപ്പിച്ച് ദാരിക നറുക്ക് ചുവപ്പിച്ച് ഒരു തേങ്ങയെടുത്ത് പെൺമുറി കറുപ്പിച്ച് അതിൽ ഭദ്രകാളി നറുക്ക് മറ്റേ മുറി അതായത് ബാക്കിയുള്ള മുറി ചുവപ്പിച്ച് ദാരികൻ്റെ നറുക്കും ഭദ്രകാളി മന്ത്രം 51 ജപിച്ചൂതി ദാരിക നറുക്കിലും പഞ്ചാർച്ചന ചെയ്ത് അരി നെല്ല് തെച്ചിപ്പൂ തുളസി ജപിച്ച് ഓരോ മുറിയിൽ ഇട്ട് രണ്ടാമത്തതും പഞ്ചാർച്ചന ചെയ്ത് മുറി കൂട്ടി അതെല്ലാം ഒന്നാക്കി 7 പെരുകില കൊണ്ട് പൊതിഞ്ഞ് ഇല്ലം കെട്ടി വള്ളി കൊണ്ട് ചുറ്റി കയറുകൊണ്ട് ചുറ്റി ശത്രുഗ്രഹത്തിൻ്റെ കിഴക്കോ പടിഞ്ഞാറെ കുഴിച്ചിടുക. വേലി ഇറക്ക നേരത്ത് ദാരിക മന്ത്രം അതായത് അറ കൊളി കൊളി അറുത്തു കുടിച്ച് ദാരികവീര ഭൈരവായ സ്വാഹ കലഹിച്ചു പിരിയും എന്നാണ് പറയുന്നത്. അറ കൊളി കൊളി അറുത്തു കുടിച്ച് ദാരികവീര ഭൈരവായേ സ്വാഹ കലഹിച്ചു പിരിയും എന്നാണ് പറയുന്നത്. ഇനി വേറൊന്ന് ഓം ഹ്രീം ക്ലീം മഹാവീരഭദ്ര ശത്രുസംഹാരമൂർത്തിയെ സ്വാഹ. ഇത് 9 നറുക്ക് വെച്ച് അരി പച്ചരി ചോപ്പിച്ച് പൂവിട്ട് തിരികത്തിച്ച് മന്ത്രം 40 ദിവസം 40 വട്ടം ജപിക്കുക. 3 പ്രതിഷ്ഠകൾക്ക് ജപിക്കണം. വിചാരിച്ച സർവ്വതും സാധിക്കും എന്നാണ് പറയുന്നത്. വേറൊരെണ്ണം ഓം കാളി ഭദ്രകാളി അറങ്കാളി അറങ്കാളി കുടി കാളി അറുത്തു കുടിച്ച് ജയം വരുത്തി തിരിക അറങ്കാളി സ്വാഹ 16 തെച്ചിപ്പൂ പാലിൽ മുക്കി ഹോമിക്കുക. ഏവം ഷോഡശവാരംകൃതം പേ ദേവി ചോരവ അമിത്ര വാഭിഗണ്ഡഘോഗാദ വശ്യമിത്തയെ ഓരോ സ്ഥലത്തും വശ്യമീയത്തെ എന്നും പറയുന്നുണ്ട്. ഇനി വേറൊരെണ്ണം ഓം നമോ ഭഗവതേ അക്കവട കന്യകെ തിരുമനസ്സാൽ ആദിമാൻ ചോതി അരിയേണ്ട എന്നാണ് കേട്ടോ പറയുക. ഞാൻ അറിയേണ്ടെന്ന് പറയുന്നത്. അറിയേണ്ട കാര്യം 4 ഒട്ടകത്തിന്മേലും കടന്നു വന്ന മറഞ്ഞു നിന്ന് വിരോധം ചെയ്യുന്ന 4442 മന്ത്രമൂർത്തികളെങ്കിലും 10 കുറേ 400 കുട്ടിച്ചാത്തമാരെങ്കിലും പെച്ചിയമ്മ മറ്റാരൊക്കെങ്കിലും ഒത്തുണ്ട് പോകാം. പാഷാണം ഗിരിമാരെങ്കിലും 60 കാളിമാരെങ്കിലും 72 ചാമുണ്ടിമാരെങ്കിലും 12 ഘണ്ടാകർന്നമാരെങ്കിലും 12 മലധാരിയെങ്കിലും 10 പാമൂർത്തിമാരെങ്കിലും ശ്മശാൻ ജിന്ന് 56,000 എങ്കിലും കവരാഹിനൻ 96,000 എങ്കിലും അകത്തോട്ട് ധർമ്മദൈവമെങ്കിലും പുറത്തോട്ട് കിട്ടാമുട്ടിയെങ്കിലും ബ്രഹ്മരക്ഷസെങ്കിലും എൻ്റെ മന്ത്രത്തിന്മേൽ അടങ്ങിയിരിക്കുന്ന സ്വാമിയൻ ഗുരുവിനാണ് സ്വാഹ. ഈയത്തകിടിൽ ഇതെഴുതി ഗുരുതിയിൽ മുക്കി ഗുരുതി കൂട്ടി പൂജിച്ച് ഇലയടുപ്പിൽ സ്ഥാപിക്കുക. ഇതിൻ്റെ എല്ലാം എന്താണ് കർമ്മവിധി എന്ന് ഞാൻ പറയുന്നില്ല. കർമ്മവിധി ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കറിയാം. തൽക്കാലം ഞാൻ പറയുന്നില്ല. ഇനി പറക്കുട്ടിച്ചാത്തൻ്റെ ഒരു മന്ത്രമാണ്. ഓം കല്ലടിഞ്ഞ കല്ലടിക്കോട് കരിമരയിൽ കരിങ്കുട്ടി ജനിച്ചതിൻ്റെ കീഴത്താഴെ ജനിച്ച പറക്കുട്ടിച്ചാത്ത വന്ന പല്ലും പരുന്തിൻ മീശയും മുണ്ടം കുറുവടിയും കണ്ണൻ ചിരട്ടയും മാലയിട്ട് മധു കയ്യിൽ പിടിച്ച് ചക്കൻ ചേനൻ ചെറുപിറയൻ്റെ പടിഞ്ഞാറ്റിയിൽ കുടിയിരുന്നവനെ പറഭൈരവ പറക്കുട്ടിച്ചാത്ത നിന്നെ ഞാൻ സേവിക്കുമ്പോൾ ചെല്ലെന്ന് പറയുമ്പോൾ ചെല്ലുവാനും വാ എന്ന് പറയുമ്പോൾ വരുവാനും മുണ്ടൻ കുറുവടിയും കൊണ്ട് വാ മകനെ പറഭൈരവോ ഓംകാരം എന്ന ശബ്ദത്തോടു കൂടി വാ മകനെ പറക്കുട്ടിച്ചാത്ത. ഓം ഐം ക്ലീം സൗം ഹ്രീം ഹും ഫൾ സ്വാഹ.
ഈ മന്ത്രം 41 ദിവസവും ജപിച്ച് സിദ്ധി ചെയ്യുക. പറക്കുട്ടിച്ചാത്തൻ കരിങ്കുട്ടിച്ചാത്തൻ്റെ കീഴത്താഴെ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് എന്നുള്ളത്. കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മൂർത്തിയാണ് പറക്കുട്ടിച്ചാത്തൻ. വേറെ ശ്രീമുഖി ഹിസഹവരദേ രൗദ്രകോപട്ടഹാസിനി ത്രൈലോക്യകാരിണി ജ്വാലാജുഹേ കരാളവംഭവ ശത്രു ശീഘ്രം മാരയ മാരയ ശോണിതം പിഞ്ച പിഞ്ച ഹന ഹന മത മത മാം രക്ഷ രക്ഷാം രം 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 രക്തേശ്വരി സ്വാഹ. ഈ മന്ത്രം കൊണ്ട് ഹോമിക്കുക. പത്മമുട്ട് പൂജ ഇട്ട ശേഷം ചീനമുളക് 368 തെച്ചിപ്പൂ കൂട്ടി റാക്ക് കൊണ്ട്, റാക്ക് എന്നുദ്ദേശിക്കുന്നത് മദ്യമാണ്, റാക്ക് കൊണ്ട് ഗുരുതി കൂട്ടി സ്വന്തം ഗോമുഖാസനത്തിൽ ഇരുന്ന് വൈരിയെ നനച്ച് ഹോമിക്കുക. രിപു നിഗ്രഹേ രിപു ഉച്ചാടയ രിപാമാരയ ഓം രക്തേശ്വരി നമ സ്വാഹ. ഇതാണ് ഹോമിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം. 1. ഓം നമോ ഭഗവതി ഓം വടുക മഹാശൂരവേതാളത്തിൻ്റെ കഴുത്തിലേറി മേധാവെന്ന വിളിച്ച് രണശൂരനായിരിക്കുന്ന ആനന്ദവടുക, നിൻ കയ്യിൽ അമരാത്ത ശത്രുമാരണ കുക്ഷിഭൈരവനും മാട്ടുപാതയും പ്രേതത്തെയും ഒഴിച്ചു തരിക. ഓം ആനന്ദവടുകായ സ്വാഹ. ഇത് ഓലനറുക്കിൽ എഴുതി പുതുപ്പാനയിൽ ഗുരുതി കൂട്ടി പഞ്ചാർച്ചന ചെയ്ത് തെച്ചിപ്പൂ, മുറിയാത്ത ഉണക്കലിരി, മഞ്ഞൾ കഷ്ണം, കരിക്കട്ട, കാരമുള്ള തിരി ഇതെല്ലാം 101 വീതം എല്ലാം ഓരോന്ന് വീതം എടുത്ത് തിരി കത്തിച്ച് നറുക്കൊഴുകെ ഗുരുതിയിലിടുക. അരിയും ഭസ്മവും ഇട്ട് 101ാമത്തെ തവണ നറുക്കോടെ കുടത്തിലടയ്ക്കുക. വായ മൂടി കെട്ടി കൊത്തിരി കൂട്ടി 101 ഒഴിഞ്ഞ് അടുപ്പത്ത് വെച്ച് പന്തം കൊണ്ട് തീ കൊളുത്തി 3 അല്ലെങ്കിൽ 5 ദിവസം കുറുക്കുക മനസ്സിലാവില്ലേ, കട്ടിയാക്കുക. ശേഷം നിലം തൊടാതെ കെട്ടിത്തൂക്കുക. ക്ഷുദ്രം മാരണം സർവബാധ പ്രശമനം. ഇതേ പ്രയോഗം നിശ്ചയിച്ച തീയത്തിരവട അടങ്ങി നിൽക്കാത്ത ബാധ ഇതെല്ലാം നിൽക്കുന്ന പറയുന്നത്. മന്ത്രം നറുക്കിലെഴുതി നാക്കിലയിൽ 9 നറുക്ക് വെച്ച് അരി, തിരി, പൂതവിട്, മലർ പൂജിച്ച് തിരി കത്തിച്ച് ഒരു തിരിയും പൂവും സർവ്വതും നറുക്കിൽ കൂട്ടി ഒഴിഞ്ഞ് 101 തവണ ഒഴിയണം. അടച്ചിടുന്ന അകത്ത് നിലത്ത് വെച്ച് മീതെ കരിങ്കല്ലും വയ്ക്കുക. തിരിഞ്ഞു നോക്കാതെ നടക്കുക. 5 അടി കഴിഞ്ഞ് 3 തവണ കൂക്കുക. ഇതാണ് പറയുന്നത്. ഈ മന്ത്രം ആരും എടുത്തങ്ങ് ഗുരുപദേശമില്ലാതെയോ ഗുരുക്കന്മാരോട് ചോദിക്കാതെയോ എടുത്ത് ദുരുപയോഗം ചെയ്യരുത്. അറിയാതെ സാധനയില്ലാത്തവരാണെങ്കിൽ അത് വിപത്തായി വരും. അതുകൊണ്ട് നല്ലൊരു ഗുരുനാഥനെ കണ്ട് ഇത് ശരിയാണോ തെറ്റാണോ, ഈ ചാനലിൽ കാണുന്നതിൽ ഒരുപാട് ഗുരുനാഥന്മാരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ അറിവും കമൻ്റായി തെറ്റുണ്ടെങ്കിൽ ഞാൻ ചെയ്തതിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും മതി.